ചില സിനിമകളുടെ ഭയങ്കര സ്ട്രഗിൾസുമായിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര വലിയ സക്സസ്സുകളുമായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ ഈ സിനിമയുടെ പോസിറ്റീവിന് ഞാൻ പറഞ്ഞ ആക്ടേഴ്സോ അല്ല അതിൽ ആക്ടേഴ്സ് ഇൻ്റർവ്യൂവിന് വരാത്തതൊന്നും അല്ലല്ലോ സിനിമയുടെ വിജയത്തിൻ്റെ കാര്യം. ഫസ്റ്റ് ഷോ കണ്ട് പടം ജനത്തിന് ഇഷ്ടമായി കഴിഞ്ഞാൽ പടം ജനങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു സിനിമയെ പ്രതിനിധീകരിക്കാൻ അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും മാത്രം മതി എന്നുള്ള അവസ്ഥ പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണെങ്കിലും അതൊരു തുടക്കമാവട്ടെ. ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെ സിനിമ പുറത്ത് കൊണ്ടുവരേണ്ടത്. ആർട്ടിസ്റ്റുകൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ് എത്രയാണോ ഞാൻ പറഞ്ഞില്ല ഹ്യൂമാനിറ്റേറിയൻ കോസ്റ്റിൽ നമുക്കിത് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഇത് ഞാൻ നേരത്തെ ഈ ഒരു പ്രസ്താവന നേരത്തെ കൊണ്ടുവന്നതാണ്. ഇത് ആദ്യമല്ല ഞാനിത് കൊണ്ടുവരുന്നല്ലേ. അപ്പം അന്ന് ഞാൻ അവർ പ്രതികരിച്ചതിനൊന്നും ഞാൻ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. കാരണം സംയമനം പാലിച്ച് പടം റിലീസാവട്ടെ എന്നുള്ളതാണ്. പിന്നെ ഈ പറയുമ്പോൾ എല്ലാവർക്കും ഓരോ മൈൻഡ് സെറ്റ്സ് ഉണ്ട്. അവർക്കും പറയാൻ കാരണങ്ങൾ കാണും. പക്ഷേ വ്യക്തമായ ഒരു കാരണം എനിക്കും അറിയത്തില്ല എന്തുകൊണ്ട് ഈ സിനിമയായിട്ട് സഹകരിക്കുന്നില്ല. കാരണം അതെനിക്ക് പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിന് ഉത്തരവില്ല. നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്കാരനെ ഒരു പ്രൊഡ്യൂസറിനെ ഒരു ഡയറക്ടർ കൊണ്ടുവരാൻ എന്ത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാലത്ത് നിങ്ങൾക്കറിയാം. എത്ര 160 സിനിമ ഇറങ്ങിയിട്ട് അപ്പോൾ 2 സിനിമ മാത്രം വർക്കൗട്ടാവുന്ന സ്ഥലത്ത് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് വരുവാണ് പരാജയങ്ങൾ നടക്കും. അതെ. അപ്പം ഇദ്ദേഹത്തിനോട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാൽ പുള്ളിക്കാരെ എന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്നുള്ളതേ ഉള്ളൂ.